മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട 33 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. RupeeMonk എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ വീഡിയോകൾ തരുന്ന ചാനലാണ്. ആ കാര്യം നിങ്ങൾക്ക് താല്പര്യമാണ്. അതുപോലെ നിങ്ങൾ ഈ ചാനലിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടെ ഉപകാരപ്പെടും. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു 33 കാര്യങ്ങളും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ചെറിയ കറക്ഷൻസുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ 33 കാര്യങ്ങൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കൊണ്ട് ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പാർട്ടാണ്. മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾക്കൊരു ഫോളിയോ നമ്പർ ക്രിയേറ്റ് ചെയ്ത് തരും അല്ലേ. ഇപ്പോൾ നമ്മുടെ HDFC മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു ഫോളിയോ നമ്പർ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ SBIയിലെ ഒരു മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അതിനൊരു ഫോളിയോ നമ്പർ. എല്ലാ ഫോളിയോകളിലും നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആക്കി എപ്പോഴും വെക്കണം. ഇപ്പോൾ നമ്പർ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽ ID ചേഞ്ച് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഫോമുകൾ ഫില്ല് ചെയ്ത് അതായത് ഓഫീസുകളിൽ കൊടുക്കുക വഴിയോ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നമ്മൾക്ക് വരുന്ന കമ്മ്യൂണിക്കേഷൻസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടാതെ വരും. അതിനനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ട്രാക്കിംഗ് നഷ്ടപ്പെടാനും അതിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, അഡ്രസ്സ് ഇവ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം നോമിനിയെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ RupeeMonk സർവീസിൽ എല്ലാവരോടും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കെല്ലാം നോമിനി വേണ്ടത് മാൻഡേറ്ററി ആണ് കേട്ടോ. അതായത് നോമിനി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ അഭാവത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് ക്ലെയിം ചെയ്യുന്നതിന് എളുപ്പം ഉണ്ടാകുന്നതിനായിട്ടാണ് ഈ നോമിനി വെക്കണം എന്ന് പറയുന്നത്. നോമിനി ഇല്ലെങ്കിൽ നമ്മളുടെ അഭാവത്തിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളിലും എല്ലാ ഫോളിയോകളിലും നോമിനിയെ ആഡ് ചെയ്യാൻ മറക്കാതിരിക്കും. നോമിനിയെ ആഡ് ചെയ്താൽ മാത്രം പോരാട്ടോ, ഈ നോമിനിക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മളുടെ ബന്ധുക്കൾക്കോ നമ്മളുടെ ഭാര്യ, മകൾ, അങ്ങനെ എല്ലാവർക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരം കൊടുക്കുക എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇത്ര നിക്ഷേപമുണ്ട്, ഇത്ര രൂപയാണ് ഞാൻ മാസം നിക്ഷേപിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ അവരുടെ ഫോളിയോ നമ്പേഴ്സും അവരുടെ കൂടെ ഷെയർ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അവർക്കത് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും അല്ലേ. ആ ബാങ്ക് അക്കൗണ്ട് ചിലപ്പോൾ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ മാറാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മളത് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൽ പഴയ ബാങ്ക് അക്കൗണ്ട് നമ്പർ തന്നെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളുടെ ആ റീഡീം ചെയ്യുന്ന എമൗണ്ട് കൃത്യമായിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ വരാതിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അതുകൊണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ മാറുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ അറിയിക്കണം. അതിനനുസരിച്ചുള്ള ഫോമുകൾ ഫില്ല് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുകയും വേണം. ഇത് മെയിനായിട്ട് വരുന്നത് നമ്മളുടെ NRI ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കാണ്. NRI ആയിട്ടുള്ള സുഹൃത്തുക്കൾ NRE NRO അക്കൗണ്ടിൽ നിന്നൊക്കെ ആയിരിക്കും അവർ വിദേശത്തുള്ളപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ. അങ്ങനെയുള്ള സമയത്ത് അവർ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നാട്ടിലെ അക്കൗണ്ടിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിദേശത്ത് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്തില്ല, പക്ഷേ നമ്മളതിൽ റീഡീം ചെയ്യാണ്ട് നോക്കുകയാണെങ്കിൽ വിദേശത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണം കിട്ടില്ല. അപ്പോൾ ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. മറ്റൊരു കാര്യം, നമ്മളുടെ കമൻറ്റുകളായിട്ടും അല്ലെങ്കിൽ RupeeMonk സർവീസിലൊക്കെ ചോദിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് 2-3 മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ എനിക്ക് 5000 രൂപയുണ്ട് അത് ഇടാനായിട്ടൊരു മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു തരുമോ എന്നാണ് വളരെ സിമ്പിളായിട്ട് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ഒറ്റയടിക്കങ്ങ് മിക്കവാറും കേസിൽ മ്യൂച്വൽ ഫണ്ടുകൾ പറഞ്ഞു കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും എല്ലാവർക്കും യോജിക്കണമെന്നില്ല. മനസ്സിലായില്ലേ. പല മ്യൂച്വൽ ഫണ്ടുകളും പലർക്കും പറ്റാത്തതുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു റിട്ടയർമെൻറ്റിനോടൊക്കെ അടുത്തിരിക്കുന്ന, നമ്മളുടെ ഇൻകം കുറഞ്ഞു വരാൻ സാധ്യതയുള്ള ഒരു കാലത്ത് നമ്മൾ വലിയ റിസ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ആകെയുള്ള സമ്പാദ്യം കൊണ്ട് ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള
മ്യൂച്വൽ ഫണ്ടിൽ ഇടുക എന്നുള്ളതാണ് പ്രധാനം. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളോട്, അല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്ക് സജഷൻസ്, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നത്, അവരോട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കും. അല്ലാതെ എൻ്റെ കൂട്ടുകാരെ ഇന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഒരിക്കലും മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളുടെ അക്കൗണ്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരും, അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് SMS ആയിട്ട് വരും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പരമാവധി സേവ് ചെയ്ത് വെക്കാനായിട്ട് സൂക്ഷിക്കുക. അത് നമ്മളുടെ ഒരു പേഴ്സണൽ റെഫറൻസിനായിട്ടും ഭാവിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ആയിട്ട് അത് ഉപകരിക്കും. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും റീഡീം ചെയ്താലും ഒക്കെ നമ്മൾക്ക് വരുന്ന ഇമെയിലുകൾ, പ്രത്യേകിച്ച് ഇമെയിലുകൾ അല്ലെങ്കിൽ കത്തുകളായിട്ട് വരുന്ന, അതെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ടാണ്, അല്ലേ? അങ്ങനെ ഫിനാൻഷ്യൽ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായിട്ട് നമ്മൾക്ക് ഫിനാൻഷ്യൽ ഗോളുകൾ ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് എന്താണ്, എൻ്റെ മകളുടെ വിവാഹം, അല്ലെങ്കിൽ മകളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ എൻ്റെ റിട്ടയർമെൻറ്റ് ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ ഓരോ ആവശ്യങ്ങളും ആയിട്ട് നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റും, അതിൻ്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ ഉറപ്പിക്കാനായിട്ട് പറ്റും. കാരണം എന്താ, ഇത് മകളുടെ വിവാഹത്തിനുള്ള ഫണ്ടാണ്, ഇത് ഇടയ്ക്കെടുത്ത് എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിനായിട്ട് ആ ഒരു സ്റ്റെപ്പ് ഉപകരിക്കും. നമ്മളുടെ ചാനലിൽ പലരും 10ഉം 20ഉം ഫോളിയോകളുടെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാറുണ്ട്, അല്ലെങ്കിൽ 10ഉം 20ഉം ഫണ്ടുകളുടെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാറുണ്ട്. അതുമാത്രമല്ല, ആസ്ക് RupeeMonk സർവീസിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന മിക്കവർക്കും 10ൽ കൂടുതൽ ഫണ്ടുകളാണുള്ളത്. അപ്പോൾ അങ്ങനെ 10ൽ കൂടുതൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 4ഓ 5ഓ ഫണ്ടുകൾ, അതിൽ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നാലേ നമുക്കതിനെ കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് മനസ്സിലാവുള്ളൂ, അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, നമ്മൾ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്. അല്ലാതെ ഒരു 10 ഫണ്ടിൽ ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് ട്രാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, നമുക്കത് മോശമാണെന്നുണ്ടെങ്കിൽ മാറ്റാനും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും കുറവ്, അതായത് 4ഓ 5ഓ ഫണ്ടുകളിൽ നിർത്തുകയായിരിക്കും നല്ലത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ 6 മാസവും നിങ്ങൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഒന്ന് റിവ്യൂ ചെയ്യുന്നത് നന്നായിരിക്കും. എങ്കിലേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട് കൃത്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് വളർന്നു വരുമോ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ 6 മാസവും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുക. 6 മാസത്തിന് ഉള്ളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല, 6 മാസം 1 വർഷമൊക്കെ ആ ഒരു കാലയളവിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്ക് RupeeMonk സർവീസിനെ സമീപിക്കാം. ഈ ആസ്ക് RupeeMonk സർവീസിൻ്റെ നമ്പറും ഇമെയിൽ അഡ്രസ്സും നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റിവ്യൂ ചെയ്ത് നല്ലതാണോ മോശമാണോ, എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു ചോദ്യമാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ NFO, ന്യൂ ഫണ്ട് ഓഫറിങ്ങിൽ നിക്ഷേപിക്കണോ എന്നുള്ളത്. NFO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിയിൽ പുതിയൊരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് NFO. ഈ NFO ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫണ്ട് 10 രൂപയ്ക്ക് ഒരു യൂണിറ്റ് 10 രൂപ നിരക്കിൽ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അതായത് ഞാൻ 1 ലക്ഷം രൂപ ഇട്ടാൽ എനിക്ക് 10,000 യൂണിറ്റ് മ്യൂച്വൽ ഫണ്ട് കിട്ടും. പക്ഷേ RupeeMonk ഒരിക്കലും അങ്ങനെ NFOയിലുള്ള ഫണ്ടുകൾ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, NFOയിലുള്ള ഫണ്ടുകൾ ഏത് രീതിയിൽ ഭാവിയിൽ പെർഫോം ചെയ്യും എന്നുള്ളത് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. ഒന്നാമതേ മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾക്ക് അങ്ങനെ ഗ്യാരണ്ടിയൊന്നുമില്ല, അല്ലേ? ലോങ് ടേമിൽ കണ്ടിന്യൂസ് ആയിട്ട് നിക്ഷേപിച്ചാൽ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അങ്ങനെ ഒരു നിശ്ചിത എമൗണ്ട് കിട്ടുമെന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിലും റിസ്ക്കാണ് ന്യൂ ഫണ്ട് ഓഫറിങ്ങുകളിൽ NFOകളിൽ നിക്ഷേപിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ന്യൂ ഫണ്ട് ഓഫറിങ്ങുകളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച തുക ഏത് സ്റ്റോക്കുകളിലിട്ട് ഏത് രീതിയിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല, അല്ലേ? അപ്പോൾ
ആ ഒരു ട്രാക്കുള്ള ഫണ്ടുകൾ നിക്ഷേപിക്കുന്നതാണ് NFOകളിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ നല്ലത്. മറ്റൊന്ന്, ചെറിയ NAV എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, മനസ്സിലായില്ലേ? ചെറിയ NAV എന്ന് പറയുന്നെങ്കിൽ ചില ഫണ്ടുകൾക്ക് 11 രൂപയായിരിക്കും ഒരു യൂണിറ്റിൻ്റെ വില, ചില ഫണ്ടുകൾക്ക് 540 രൂപയായിരിക്കും യൂണിറ്റിൻ്റെ വില. അപ്പോൾ ഇങ്ങനെ 2 ഫണ്ടുകൾ തന്നു. എനിക്ക് ഈ ഇടയ്ക്ക് RupeeMonkൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഈ ഫണ്ടിൻ്റെ വില 11 രൂപയാണ്, മറ്റേ ഫണ്ടിൻ്റെ വില 542 രൂപയാണ്, ഞാൻ 11ൻ്റെ എടുക്കല്ലേ നല്ലത് എന്ന്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ പച്ചക്കറി മേടിക്കുകയല്ല, മനസ്സിലായില്ലേ? 11 രൂപയുടെ പച്ചക്കറി 542 രൂപയുടെ പച്ചക്കറി അല്ല ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 11 രൂപ കൊടുത്താൽ ഒരു ഫണ്ടിൽ കിട്ടുന്ന ഒരു യൂണിറ്റാണ്, 542 രൂപ കൊടുത്താൽ മറ്റേ യൂണിറ്റിൽ കിട്ടുന്നത് മറ്റൊരു യൂണിറ്റാണ്. ഇതെല്ലാം കൂടുന്നത് ഒരു ശതമാനക്കണക്കിലാണ് കൂടുക. അതായത് 11 12 ആവാൻ എടുക്കുന്ന സമയവും 540 600 ആവാൻ എടുക്കുന്ന സമയം ഏകദേശം ഒരുപോലെയാണ്, മനസ്സിലായില്ലേ? എല്ലാം ഒരു ശതമാനക്കണക്കിലാണ് കൂടുകയുള്ളൂ. അല്ലാതെ 11 പെട്ടെന്ന് 30 ആവുക അല്ലെങ്കിൽ 100 ആവുക ഒന്നും ചെയ്യില്ല. അത് സമയമെടുത്ത് അതിൻ്റെ എമൗണ്ട് കൂടി പതുക്കെ വരുള്ളൂ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ചെറിയ NAV കണ്ട് നമ്മൾ അത്ഭുതപ്പെടേണ്ട, ചെന്ന് തലവെക്കുകയും ചെയ്യേണ്ട. നല്ല ട്രാക്ക് റെക്കോർഡുള്ള, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഫണ്ടുകൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ. മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 6 മാസം കൂടുമ്പോൾ നമ്മളിത് എന്ത് വേണം, റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇങ്ങനെ 6 മാസം കൂടുമ്പോൾ റിവ്യൂ ചെയ്തിട്ട് 1-2 ഫണ്ടുകൾ മോശമായിട്ട് കണ്ടു എന്ന് കരുതുക. അങ്ങനെയാകുമ്പോൾ നഷ്ടം വരുന്നവ നമ്മൾ പിന്നീട് കയറി വരുമെന്നൊന്നും പ്രതീക്ഷിച്ച് അങ്ങനെ അധികകാലം വെയിറ്റ് ചെയ്ത് എന്നാൽ പെട്ടെന്ന് ഒഴിവാക്കുകയായിരുന്നു. ഒരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമേ ഇത് മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു കുറച്ച് സമയം കൊടുക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, നന്നായിട്ട് തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം ഒരു 6 മാസം കൂടെ കഴിഞ്ഞിട്ട് അതും വീണ്ടും മോശമായിട്ടാണ് വരുന്നതെങ്കിൽ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിലെ ഫണ്ട് വേറെ ഒന്നിലേക്ക് മാറ്റുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളുടെ RupeeMonk സർവീസിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറയുന്ന 13ാമത്തെ കാര്യമാണ്, ലോണൊന്നും എടുത്ത് മ്യൂച്വൽ ഫണ്ട് വാങ്ങരുത്. പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലം ഈട് വെച്ചിട്ടോ ലോണോ ഒന്നും എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏരിയ അല്ല മ്യൂച്വൽ ഫണ്ടോ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഒന്നും. ലോൺ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു അസറ്റ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു വീട് പണിയണമെന്നുള്ളതെങ്കിൽ ലോൺ എടുക്കാം അല്ലേ. അങ്ങനെയുള്ള ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ലോൺ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഒരിക്കലും ലോൺ എടുക്കരുത്. നിങ്ങൾ എത്ര രൂപയ്ക്ക് ജോലി ചെയ്യുന്നവനായാലും, അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടുന്ന ആളായാലും 10 ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടുന്ന ആളായാലും 10,000 രൂപ ശമ്പളം കിട്ടുന്നവനായാലും നിങ്ങളുടെ വരുമാനത്തിൻ്റെ മിനിമം ഒരു 30% നിങ്ങൾ നിങ്ങളുടെ ചിലവെല്ലാം കഴിച്ച് നിക്ഷേപിക്കാനായിട്ട് ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ഉപകാരപ്പെടും, മനസ്സിലായില്ലേ? 10,000 രൂപ ഉള്ള ആളായാലും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ 10,000 രൂപയുടെ 30%, അതായത് 3,000 രൂപ വെച്ച് നിക്ഷേപം തുടങ്ങുക. അപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജോലി തുടങ്ങിയത്, എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപയായിരുന്നു അതിൻ്റെ ആദ്യത്തെ ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അന്ന് 2000-ലാണ് 1000 രൂപ ശമ്പളം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100-200 രൂപയുടെ ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ. പിന്നെ അതിനൊക്കെ ശേഷം 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. എപ്പോഴും ഞാൻ പേഴ്സണലി ഇപ്പോൾ കിട്ടുന്ന ഒരു ഇൻകത്തിൻ്റെ 30%-40% ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. 15ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ട് പാനിക്കാവാതിരിക്കുക. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് തെറ്റായിപ്പോയോ അതിനെപ്പറ്റി പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്തത്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ട് നമ്മളിപ്പോൾ 10 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവം ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് നോക്കിയാൽ ചിലപ്പോൾ 9 രൂപ ഉണ്ടാവുള്ളൂ. അത് സ്വാഭാവികമാണ്. ആ റിസ്ക് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ചെയ്തിട്ടുള്ള ഫണ്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തിരിച്ചു വരും, ലാഭത്തിലേക്ക് വരും. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ പണം കുറഞ്ഞു എന്ന് പറഞ്ഞ് പാനിക്കാവാനോ പേടിക്കാനോ ഒന്നും പോകരുത് കേട്ടോ. 16ാമത്തെ കാര്യം, നമ്മളുടെ ചില സുഹൃത്തുക്കൾ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഇന്ന് ഇതിന് 13.72 ഇന്നലെ അത് 13.50 ഞാൻ എന്തെങ്കിലും ചെയ്യണോ? അതായത് ഇന്നലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, 13.50 ഒരു യൂണിറ്റ് വാങ്ങിയിട്ടേ ഉള്ളൂ, മനസ്സിലായോ? ഇന്നത് 13.72 ഞാൻ എന്താ ചെയ്യേണ്ടത്?
അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു 14 ഞാൻ എന്തെങ്കിലും ചെയ്യണോ, അങ്ങനെയൊന്നും നോക്കണ്ട. അത് നമ്മൾ ലോങ് ടേമിലേക്കായിട്ട് ഇട്ടിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് ഇത് ഡെയിലി ഇതിൻ്റെ NAV ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റ് ചെക്ക് ചെയ്യാനോ ഒന്നും പോകരുത്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 6 മാസം കൂടുമ്പോൾ റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാം. അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കൃത്യമായിട്ടുള്ള അറിവ് ഉള്ളവരെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളും അതിൻ്റെ ട്രാക്കിങ്ങിനെ പറ്റി നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ്. അതായത് എന്താണ്, മുറിവൈദ്യന് ആളെ കൊല്ലുന്ന കേട്ടിട്ടില്ലേ? അതുകൊണ്ട് പകുതി അറിവുമായിട്ടിരിക്കുന്ന ആൾക്കാരെ നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിന് നമ്മൾ പണത്തിനെ പറ്റിയുള്ള സജഷൻ ചോദിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇൻവോൾവ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മളുടെ വീഡിയോസും നമ്മളുടെ കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ള ആസ്ക് RupeeMonk സർവീസ് നിങ്ങൾക്ക് അതുപോലുള്ള ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ആസ്ക് RupeeMonk സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. ആ നമ്പറുകളിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ് നമുക്ക് തരാനായിട്ട് ശ്രമിക്കാം. മ്യൂച്വൽ ഫണ്ടുകൾ പോലെ തന്നെ ഒരു തവണ രീതിയിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ചിട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ചിട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടല്ല, നമുക്കൊരു ലോൺ എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ചിട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ചിട്ടികളിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചിട്ടികൾ എന്താണ്, ചിട്ടികൾ നല്ലതാണോ മോശമാണോ എന്നുള്ള പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അതുപോലെ RupeeMonkന്റെ മറ്റ് വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.